ഈ പേരെയൊക്കെ ആ ആണോ? പിന്നെ കുട്ടിയമ്മയുടെയാ ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷിയുടെ അങ്ങ് തീർന്നു. ചെയ്യുന്നവരും ഉണ്ടല്ലേ? ആളില്ല. കുറച്ച് കുറച്ച് തിന്നാ കുറച്ച് തിന്നുന്നതാ. എങ്ങും പോണില്ല, എങ്ങും പോണില്ല. ആ ചുമ്മാ ഇറങ്ങി നിന്നേ ഉള്ളൂ. എലിക്കുട്ടി കുളിച്ച അവിടെ സുന്ദരിയായിരിക്കുമല്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് തലക്കെട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരിക്കുമല്ലേ? കുളിയൊക്കെ കഴിഞ്ഞേ തലക്കെട്ടൊക്കെ കെട്ടി സുന്ദരിയായിട്ട് ഇരിക്കുമല്ലേ? അവിടെ ഇച്ചിരി കാന്താരിമുളക് ഉണ്ട്, അത് പറിച്ചോണ്ട് വരട്ടെ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ഞാനേ അവിടെ ഇച്ചിരി കാന്താരിമുളക് ഉണ്ട്, അത് പറിച്ചോണ്ട് വരട്ടെ. കാന്താരിമുളക് അവിടെ ഉണ്ട്. അമ്മ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ആ അവിടെ ഒരു ചീനി ഇപ്പുണ്ട്, കാന്താരി ചീനി ഇപ്പുണ്ട്. ഒരു ചെറിയ കാന്താരി ചീനി ഉണ്ടായി വരുന്നേ ഉള്ളല്ലേ? ആണോ? മറ്റേ അവിടെ നിന്ന് ആ ചീനിയല്ലോ. ആ പിന്നെ പട്ടിക്കൂട്ടിൻ്റെ പുറകിൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പോയോ? എന്നതാടാ നിനക്ക് ആളെ ഒന്നും കണ്ടറിയത്തില്ലേ? നിനക്ക് ആളെ ഒന്നും കണ്ടറിയത്തില്ലടാ? ആ അതേ ഒന്ന് ആവശ്യമില്ല ഇവിടെ നിൽക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തുണ്ട് ഇവിടെ. ഏതാ അതോ? അതവിടെ ആ ഇത് കൂട്ടാ, മറ്റേ അവിടെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ആ വീടിൻ്റെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പെയിൻറ്റ് വെയിലടിച്ചപ്പോൾ തെളിഞ്ഞ് കാണുന്നതാ. വീടിൻ്റെ അവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ അതെ വെട്ടിക്കള. ഭയങ്കര വലുതായിട്ട് കണ്ടമാനം കയറിയിട്ടുണ്ടല്ലേ? ചക്ക ഉണ്ടാറായില്ലല്ലോ. ഉണ്ടോ? ആ അത് വലിച്ചു പറയും. ഏതാ? ഓ അതൊന്നും മണ്ണയില്ലല്ലോ. കപ്പ ഇരിപ്പുണ്ട്, അത് ചെണ്ടൻ ഉണ്ടാക്കാമല്ലോ. കാന്താരിമുളക് വേണം, അവിടെ ഇച്ചിരി നിൽപ്പുണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. ചെണ്ടക്കപ്പയും കാന്താരിമുളകും. ഇച്ചിരി മീൻപീര ഇരിപ്പുണ്ട്, മത്തിപ്പീര. ഇന്നത്തെ വൈകിട്ട് അതാ. എലിക്കുട്ടിക്ക് വേണ്ട, ദിവാനും വേണ്ട, നമ്മക്ക് രണ്ടുപേർക്കും. ഇവർക്ക് കഞ്ഞിയാ. കപ്പയുണ്ടെന്ന് പറയരുത്, പച്ചക്കപ്പേ ചെണ്ടൻ ഉണ്ടാക്കാൻ. അതിന്റെ കൂടെ കാന്താരിമുളക് നല്ലതല്ലേ? കാന്താരിമുളക് പൊട്ടിച്ചത് എവിടെ? അതൊക്കെ ചാഞ്ഞു പോയതല്ലേ? അത് ചാഞ്ഞു പോയതല്ലേ? ഉണ്ടുക്കാലക്കാരൊന്നുമല്ല, അത് കുഞ്ഞാച്ചൻ്റെയാ. അവിടെ മുഴുവൻ പള്ളയാ, അവിടെ മുഴുവൻ പള്ളയായിരുന്നു. അതിനകത്ത് മുഴുവൻ അതിപ്പോൾ അതിനകത്ത് തന്നെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഇല്ല ചുമ്മാ നടക്കുമല്ലേ വെട്ടി ഒതുക്കാനായിട്ട്. ഓറഞ്ച് തിന്നാം, ഓറഞ്ച് തിന്നാം. അയ്യോ അല്ല, ഞാൻ തിന്ന് നോക്കിയില്ല, ദിവാനാ തിന്നുള്ളൂ. നോക്കാം. തൊണ്ട് പച്ചയായിട്ടിരിക്കുന്നോർത്തോണ്ട് മധുരയില്ലാതെ ചെയ്യല. നോക്കാം. തൊലി ഇല്ലാത്തതാ, തൊലി കുറവുള്ള ഓറഞ്ച് നല്ലതാ. ഓറഞ്ച് ചീത്തയാ, അതൊരു സുഖമില്ല. നമ്മള് നോക്കിയെടുക്കാത്തതിന്റെ കുഴപ്പമാ. ചിലത് തരുന്നത് കൊള്ളത്തില്ല. ഏത് വീട്ടിൽ നിന്ന്? ഏത് വീട്ടിൽ നിന്ന് വരാനാ? മധുരം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മധുരമല്ല, എലിക്കുട്ടിക്ക് പുളിയല്ലേ ഇഷ്ടം. അല്ല മധുരം വേണം. മധുരം ഉണ്ടോ? രോമം പറ. പുളിയാ? കുഴപ്പമില്ല, പുളിയുണ്ട് മധുരമുണ്ട്. ഇച്ചിരി വാടിയതാണോ എന്നറിയത്തില്ല. എനിക്ക് വേണ്ട, ഞാൻ 4 മണി കഴിഞ്ഞിട്ട് തിന്നുള്ളൂ.
4 മണി കഴിഞ്ഞിട്ടേ തിന്നുള്ളൂ. എന്നാ അങ്ങനെയാ അങ്ങനെയാ. ഇതാണ് എലിക്കുട്ടിയുടെ ഓറഞ്ച് തീറ്റ, മുന്തിരി തീറ്റയൊക്കെ അങ്ങനെയാ. ചപ്പി 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 ഒറ്റ ഏറാ. ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി അല്ലേ? ജ്യൂസ് അടിച്ചാൽ അത് കുടിക്കുന്നു. ജ്യൂസ് അടിച്ചാലോ? ദാഹിക്കുമ്പോൾ കുടിക്കാം. നല്ലതാണ് ഇങ്ങനെ ചപ്പി തിന്നാൻ നല്ലതാണ്. എന്നാലും നല്ലതല്ലേ? എന്നാലും ജീവിതമായി നമ്മളൊന്നും പോണില്ലെന്നേ ഉള്ളൂ, എല്ലാവരും പോണുണ്ട്. ആ ഭാഗത്തായിട്ടാണ് ഒരുപാട് ആൾക്കാർ വീടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തും വീടുണ്ട്, എല്ലാ ഭാഗത്തും വീടുണ്ട്. അതിനകത്തെ കൂടുതൽ ആൾക്കാർ പോണതല്ലേ? അത് ആ വഴിയെ കൂടെ വരുന്നതുകൊണ്ടല്ലേ, അവിടെ നിന്ന് ആ വഴിയെ കൂടെ മെയിൻ റോഡിൽ കൂടെ വരുന്ന ആൾക്കാർ വീട് കൂടുതലുള്ളത് ഇങ്ങോട്ട് കയറി വരുന്നു. വീട് കൂടുതലുള്ള എല്ലായിടത്തും വീടുണ്ട്. വീടെല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മ ഇന്ന് ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓറഞ്ചൊക്കെ തിന്ന്, ഓറഞ്ച് അല്ലിയൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രാവിലെ മഴക്കാറൊക്കെ ഉണ്ട്, ചെറിയ മഴയൊക്കെ ചാറിയായിരുന്നു. എന്നാലും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആളിവിടെ കസേരയിൽ ഇരിക്കുന്നത്. അതെ അതെ, ഏറ്റുപോയ അപ്പം പോകും. ഞാൻ ഏറ്റപ്പോഴേ ഏറ്റില്ലേ. ആള് കൂടെ ഇരിക്കാനുണ്ടല്ലേ ഇപ്പം ഇരിക്കുള്ളൂ. നേരത്തെ തന്നെ വന്നിരിക്കുമായിരുന്നു. ഇവിടെ മണിക്കൂറുകളോളം വന്നിരുന്ന് കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്നതായിരുന്നു. വഴിയെ പോണ ആൾക്കാരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്നതായിരുന്നു. പരിചയമുള്ളവരെ കാണുമ്പോൾ, അല്ലെ അമ്മയുടെ ഓർമ്മയിലുള്ളവരെ കാണുമ്പോൾ അമ്മ വിളിച്ച് വർത്തമാനമൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അമ്മ അങ്ങനെ പുറത്ത് വന്നങ്ങനെ ഇരിക്കാറില്ല. രാവിലെ പത്രം എടുക്കാൻ മുതൽ വന്നിരുന്നാൽ രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്തൊക്കെ കയറുമായിരുന്നു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് പോകണമല്ലേ. ഇപ്പോൾ ആരെങ്കിലും കൂട്ടരൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ അമ്മ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇരിക്കില്ല. വ്യത്യാസങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നന്നായിട്ട് ചപ്പി എടുക്കുന്നുണ്ടോ? അതോ ചുമ്മാ ഒന്ന് ചപ്പിയിട്ട് കളയുവാണോ? നന്നായിട്ട് ചപ്പി എടുക്കുന്നുണ്ടോ? അതോ ഒന്ന് ചുമ്മാ ചപ്പിയിട്ട് കളയുവാണോ? ഈ പേരെയൊക്കെ ആണോ? പിന്നെ കുട്ടിയമ്മയുടെ ഞങ്ങളുടെ വീട്ടിൽ അവൻ പറഞ്ഞിട്ടാണ് അന്ന് അവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ വരെ ജോലി ചെയ്ത് വന്നോണ്ട് അവരെന്നാലും ഇതൊക്കെ ഉണ്ടാക്കി ലോൺ എടുത്ത് പോണതല്ലേ ചേട്ടാണ് ജോലി. ആ സ്ഥലമൊക്കെ മേടിച്ചിട്ട് അത് മേടിച്ചൊന്നുമല്ല, അത് പൂർവ്വസ്വത്തല്ലേ? പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മുതല് അത് പൂർവ്വസ്വത്തല്ലേ, മേടിച്ചൊന്നുമല്ല. നമ്മള് ഇവിടെ സ്ഥലം ആർക്കും മേടിച്ചിട്ടില്ലെന്നേ. മേടിച്ച സ്ഥലമൊന്നും ഇല്ലല്ലേ? നമ്മള് മേടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലല്ലോ. വിൽക്കുക ചെയ്തേ അല്ലേ? എൽസിനെ കെട്ടിക്കാനായിട്ട് വിൽക്കുക ചെയ്തേ. അതെ തന്നെ അമ്മ പറഞ്ഞ കാര്യം ശരിയാ. വീട് പണിതൊക്കെ അതൊക്കെ ശരിയാ. എലിച്ചാച്ചൻ മേടിച്ചിട്ടല്ലേ? അന്ന് കൃഷിയല്ലേ എല്ലാവരും ചെയ്യുന്നത് അല്ല, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം കൃഷിയാക്കാം. ഈ കപ്പ എല്ലാം ഇങ്ങനെ എന്തോരം കപ്പ ഇടുന്നതല്ല. ഇങ്ങനെ ഇതുപോലെ എന്നുവെച്ചിട്ട് കുറെ പറിച്ച് വെക്കും, ബാക്കിയും പറിച്ച് ഉണങ്ങും, പറിച്ച് തിന്നും. അങ്ങനെയായിരുന്നു. അന്ന് എപ്പോഴും കപ്പയും കഞ്ഞിയല്ലേ ഉള്ളൂ അല്ലേ? അന്ന് അതൊന്നും കപ്പയടിയിലൊന്നും നടക്കുകയല്ല, വേറെ കൃഷികളാണ്. ഇതാണ് നടക്കുകയല്ല. പുറത്തേക്കല്ല കപ്പ ഇടാനൊക്കെ പോകണം സ്ഥലം ഉണ്ടെങ്കിൽ. പാട്ടെടുത്തില്ലേ? അത് പുല്ലുപറമ്പുണ്ട്, പടിഞ്ഞാറപ്പുറമുണ്ട്, കുഴിയങ്ങണ്ടുണ്ട്. വീട്ടിൽ അത്ര സ്ഥലത്ത് സ്ഥലം. അതുകൊണ്ട് നമ്മൾ പാട്ടത്തിന് പിടിക്കില്ലായിരുന്നു. വെള്ളിച്ചാച്ചൻ്റെ കാലത്ത്, പച്ചപ്പൻ്റെ കാലത്തുമൊക്കെ അവർ സ്ഥലമൊക്കെ മേടിച്ച് നേരത്തെ കുറേ വെള്ളിച്ചാച്ചൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മേടിച്ചിട്ട് ഉള്ള സ്ഥലമൊക്കെ പള്ള കേറിയില്ലേ? പള്ളയാ മൊത്തം കേറി കിടക്കുക. ഇപ്പൊ കൃഷി ചെയ്യാതെയായി. കൃഷി ചെയ്യാനും കിട്ടാനും ഇല്ല, ആർക്കും നേരവും ഇല്ല. മേല
ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷിയുടെ അങ്ങ് തീർന്നു. ചെയ്യുന്നവരും ഉണ്ടല്ലേ, ചെയ്യാൻ ആളില്ല. ചെയ്യുന്നില്ല. സണ്ണിച്ചേട്ടനൊക്കെ ചെയ്യുന്നില്ലേ ഇപ്പോഴും? അതിനോട് താല്പര്യമുള്ളവരൊക്കെ ചെയ്യുമേ. അന്നത്തെ എന്ന് പറയുമ്പോൾ എത്ര ആൺമക്കളൊക്കെ ഉണ്ടെന്നോ വീട്ടിൽ. വീട്ടിൽ ആൾക്കാർ ഇഷ്ടം പോലെയല്ലേ പണി ചെയ്യാനായിട്ട്? എല്ലാം പഠിക്കാനാ. പുറത്തേക്ക് പോകണമല്ല, മുഴുവനും വേലിക്കകത്തും പുറത്തെ പറമ്പിലുമായിട്ട് കണ്ടത്തിലും പല സ്ഥലത്തായിട്ട്. പാട്ടത്തിന് അടിക്കല്ലേ? പാട്ടത്തിന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമായിരുന്നല്ലോ. പാട്ടത്തിനൊന്നും മേടിക്കല്ലേ, പാട്ടത്തിന് മേടിക്കേണ്ട കാര്യമൊന്നും നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പാട്ടത്തിനും മേടിക്കുമായിരുന്നു. ഓരോരുത്തരും മേടിച്ചോട്ടെ. നമ്മുടെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുമുണ്ട് കൊടുത്തിട്ടുമുണ്ട്. കിഴക്കേ വീട്ടിൽക്കാരെ സ്ഥലമൊക്കെ എടുത്ത് പാട്ടത്തിനടുത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ ഈ ഭാഗത്തുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കും. നോക്കാൻ അന്വേഷിക്കാൻ ഇവിടെയൊക്കെ വരാൻ ആളില്ല. കൊടുത്തല്ലേ? ആരെ വലിച്ചാലാണോ കൊടുത്തേ? സ്കൂൾ വണ്ടി പോണ പള്ളിക്കൂടം വിട്ടില്ലേ? സ്കൂൾ വണ്ടി പിള്ളേരെ കൊണ്ട് പോകുന്ന വണ്ടിയാന്നേ. പള്ളിക്കൂടം വിട്ടില്ലേ? പള്ളിക്കൂടത്തിൽ അങ്ങനെ മൊത്തം കൃഷിയോട് കൃഷിയായിരുന്നു. ആർക്കും കൃഷിയില്ല, ഒന്നുമില്ല. കൃഷിക്കാരെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃഷിക്കാരെ ആർക്കും വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ആരും കൃഷിയിലോട്ടില്ല. എല്ലാവരും മക്കളെയൊക്കെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി. കുട്ടി വിദേശത്തുള്ളവരെ മതി. എല്ലാവരുമേ കൃഷിക്കാർക്ക് വിലയില്ലാതായതോടുകൂടിയേ എല്ലാവരും മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി അല്ലേ? ഞാൻ പറഞ്ഞത് എന്നാന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? പിടികിട്ടിയില്ല പറഞ്ഞത് പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ല. അതെ, കൃഷിക്കാരെ ആവശ്യമില്ലാതെ വന്നപ്പോഴേ കൃഷിക്കാരുടെ മക്കളെ എല്ലാം പഠിപ്പിച്ച് ജോലിക്കാരാക്കിയെന്നാ പറഞ്ഞത്. അല്ലേ? അതുകൊണ്ട് ഇപ്പൊ കൃഷി ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് ഇപ്പം ജോലി ചെയ്യാൻ മക്കളില്ലേ? കൃഷി ചെയ്യാൻ ആളില്ലെന്ന്. അത്യാവശ്യത്തിന് ജോലി ചെയ്യാനുള്ള മക്കളുണ്ട്, അത് മതി. കൃഷി ചെയ്യാൻ ആളില്ലെന്നാ പറഞ്ഞത്. ഇപ്പം പണ്ടത്തെ പോലെ സ്ഥലം പിടിച്ചിട്ട് പല ഇട്ടൊക്കെയില്ല. സ്ഥലത്തിനകത്തൊക്കെ റബ്ബറായിട്ടോ തെങ്ങായിട്ടൊക്കെ വെച്ചു. റബ്ബറിനും വിലയില്ല, തെങ്ങിന് മാത്രമേ വിലയുള്ളൂ, തേങ്ങയ്ക്ക് മാത്രമേ വിലയുള്ളൂ. ആർക്കും തേങ്ങ ഇല്ലാതായി പോയി, അതാ പറ്റിയത്. വടക്കോട്ടൊക്കെ തേങ്ങയുണ്ട്. ആദായങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ ഒരു തയ്യല് തേങ്ങ ഉണ്ടായിരുന്നു, പോയി പറിക്കാറുണ്ടോ? പോയി പറിക്കണം. അല്ല പിന്നെ ഒഴിഞ്ഞു പോകും. ഒറ്റത്തെങ്ങിന്റെ കാര്യം പറയണത്. കാറ്റാണല്ലോ, മഴ പെയ്യാനാണോ? രാവിലെ ഭയങ്കര കാറ്റുണ്ടല്ലോ. മഴക്കാറും വെയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാ. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നല്ല കാറ്റും ഉണ്ട്, ഒരു തണുപ്പാ. അതിന്റെ ചേട്ടനും കൂടെ പോണം. കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോണ ചേട്ടനും അനിയനും കൂടെ. വെള്ളം പറ്റിയില്ലേ? തലയിലെ വെള്ളം പറ്റി പോയില്ലേ? അതൊക്കെ പോയെന്ന് കുറച്ചു നേരത്തേക്ക് ആ ഒരു ഓർമ്മ വെള്ളം ഉണ്ടെന്നൊരു ഓർമ്മയാ. ഈ തലയിലെ കെട്ടഴിച്ചിട്ടോമേ, തലയിലെ കെട്ടഴിച്ചോ, വെള്ളമൊക്കെ പോയി. ഉണങ്ങണം. ഉണങ്ങിന്നേ അഴിച്ചുവിടണ്ടേ? അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഇല്ല, എൻ്റെ കെട്ടാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റും. മഴ പെയ്തോണ്ടാ. മഴ പെയ്തില്ലല്ലോ, കാറ്റിങ്ങനെ ഉണ്ടാകുന്നില്ലേ ഉള്ളൂ. മഴയൊന്നും പെയ്തില്ല, കാറ്റിങ്ങനെ ഉണ്ടാകുന്നില്ലേ ഉള്ളൂ. പെയ്തില്ലല്ലോ. രാവിലെ മഴക്കാർ കയറി, ഇപ്പോഴും മഴക്കാറുണ്ടായിരുന്നല്ലേ ഉള്ളൂ. മഴ പെയ്തില്ലല്ലോ. വൈകുന്നേരം ഒന്നും ആയില്ല, വൈകുന്നേരം ആകുന്നേ ഉള്ളൂ. കയറി പോരുവാണോ? ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇരിക്കുകയില്ല. മിച്ചറാ വിവാൻ തന്ന മിച്ചർ തിന്നില്ലായിരുന്നോ? വിവാന് മിക്സർ തന്നിട്ട് തിന്നില്ലേന്ന്? മിക്സർ അമ്മയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് വെച്ചിരിക്കുന്നത്? തിന്നാതെ വെച്ചിരിക്കുന്നത് അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. തിന്നുന്ന മിച്ചറല്ലേ? എവിടെയാണ് വെച്ചിരിക്കുന്നത്? കുറച്ച് തീറ്റ നോക്കാം നമുക്ക് എവിടെയാണ് ഇരിക്കണേന്ന്. മിച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ തിന്നുന്ന സാധനം ഇല്ലേ? തിന്നുന്ന മിച്ചറല്ലേ? കുടിക്കുന്നതാണോ? തിന്നുന്നതല്ലേ?
എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതുകൂടെ ഇല്ല. അമ്മ എവിടെയാണ് വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ്. എവിടെയാന്ന് നോക്കട്ടെ. ആ അതേ ഇരിക്കുന്നത്. ഇത് കണ്ടോ അതേ ഇങ്ങനെ നോക്കിയേ. ഇത് കണ്ടോ ഇരിക്കുന്നേ? ഇത് എന്താ ഉള്ള ഇത് അമ്മ രാവിലെ വിവാൻ തന്നതല്ലേ? ഇത് ദിവസം കുറേ ആയല്ലോ. ഇല്ല, ദിവസമൊന്നും ആയില്ല. വിവാൻ രാവിലെ കൊണ്ട് തന്നാ. താഴെ ഇങ്ങനെ മേടിച്ച് വെച്ച് വിവാൻ കൊണ്ട് തന്നാന്നേ. വിവാൻ കൊണ്ട് തന്നാ അമ്മയ്ക്ക് തിന്നാൻ. ആണോ? ആ അമ്മ ഇച്ചിരി നിന്നിട്ട് പാറ്റി പാത്ത് വെച്ചതാ. അത് വീട്ടിൽ കൊണ്ടുവന്നാണോ? ആ വീട്ടിൽ നിന്നല്ല, അവൻ മേടിച്ചോണ്ട് വന്ന്. ശരി. അത് തിന്നോ. അതിനകത്ത് അവിടെ വെച്ചാണ്. അത് തിന്നോ. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാമല്ലോ. അതിനകത്ത് വീട്ടിൽ കൊണ്ടുപോകാനാ. അത് തിന്നാൻ ഉള്ളതല്ലേ ഉള്ളൂ. ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാം. ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകണല്ലോ. അതോ? തുണികളാ. അത് മുഴുവൻ പേപ്പറാണല്ലോ. ഇതെല്ലാം ഞാൻ ഇവിടെ പെട്ടി ഒക്കെ മാറ്റിയപ്പം അവനിതെല്ലാം മാറ്റിയപ്പം ഞാൻ വന്നെല്ലാം മാറ്റി വെച്ചതാ. ആ അടാ അത് തിന്ന്. അതെടുത്ത് തിന്ന്. എന്നാ മിച്ചറെടുത്ത് തിന്നാനേ. ഇതോ? ഇത് തിന്നാൻ. അവിടെ ഇരുന്നോട്ടോ. അത് അവിടെ നിന്നൊക്കെ പോകും. തണുത്ത് പോവുകയല്ലേ. പാത്രം കൊണ്ടുപോകണം. ആ പാത്രം തിന്നാലല്ലേ പാത്രം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് തിന്നെ. അത് തണുത്ത് പോവും. തണുത്ത് പോയാൽ കൊള്ളത്തില്ല. അല്ല ജീവികളെല്ലാം കയറി തൂറി വെക്കും. താരം ഇവിടെ കൊണ്ട് കൊടുത്ത അത് വിവാൻ മേടിച്ചതായിരിക്കും. കൊണ്ട് തന്നാ എലിക്കുട്ടിക്ക്. എന്നാ കിട്ടിയാലും ആദ്യം അവന് അവരിങ്ങനെയൊക്കെ മേടിക്കും. അവൻ മേടിച്ചാന്നേ. ആ അവൻ എലിക്കുട്ടിക്ക് കൊണ്ട് തന്നല്ലേ. എന്നാ മേടിച്ചാലും ആദ്യം കൊണ്ട് തരുന്ന എലിക്കുട്ടിക്ക് അവൻ. എൻ്റെ വസ്ത്രങ്ങളെല്ലാം എനിക്ക് കൊണ്ടുപോകണം. വസ്ത്രമൊന്നുമില്ല, പേപ്പറാണല്ലോ അതിനകത്തുള്ളത്. എല്ലാം ഞാൻ മാറ്റി വെച്ചതാ. ആ ഈ വരുമ്പം അതിനകത്ത് പേപ്പറാണല്ലോ ഇരിക്കുന്നത്. വസ്ത്രമൊന്നും കണ്ടില്ലല്ലോ. കാക്കാൻ ഉണ്ടാക്കി കൊടുത്താ. ഏത്? പിള്ളേർ തിന്നതാ. ഇത് വീട്ടിലെ പ്ലേറ്റാ. ആ വീട്ടിലെ പ്ലേറ്റാ. വീട്ടിലെ പ്ലേറ്റ് ആന്നേ. വീട്ടിലെ പ്ലേറ്റ് ആന്നേ. ഇത് വീട്ടിൽ വെച്ചാലാണ്ട് ഉണ്ടാക്കി കൊടുത്താ. ആ വീട്ടിൽ വെച്ചുണ്ടാക്കിയതാ. വിവാൻ മേടിച്ചോണ്ട് വന്നതാ. വിവാനേ 2-3 ദിവസം ആയതാ. ഏത്? 2-3 ദിവസമൊന്നും ആയില്ല. അത് രാവിലെ മേടിച്ചതാണ്. പായലിട്ടാ ഒന്നുമില്ല, അലത്ത് പോവല്ലേ. ആ അതാ ഇതെല്ലാം കൂടെ ഉണ്ട്. അത് മാറ്റി വെച്ചിട്ടല്ലേ. അന്നേരം തിന്നണ്ടായിരുന്നോ? ഒത്തിരി ദിവസമൊന്നുമില്ല, രാവിലെ വെച്ചതാ. രാവിലെ അവൻ മേടിച്ചോണ്ട് വന്നുകൊണ്ട് തന്നാ. മറ്റുള്ള ജീവികൾ തിന്നോ. അത് ജീവികൾ ഇതിനാണെന്നല്ല, നല്ലതാ. പ്ലേറ്റ് കൊണ്ടുപോകണം. ഇത് തിന്നാൻ കൊള്ളിയ. അതിനാ ഇത് ഈ സാധനം അത് തിന്നാ രാവിലെ തന്നല്ലേ. 10-11 മണിയായപ്പോൾ തന്നല്ലേ. കണ്ടോ? ആ 10-11 മണിയായപ്പോൾ തന്നതാ. ഈ പിള്ളേരിവിടെ നന്നായത്. എന്നാലും അവർ മേടിച്ച് പപ്പായെ കൊണ്ട് മേടിപ്പിച്ചായിരിക്കും ഇതൊക്കെ. ഇവിടെ ഏതാണ്ട് പണിയുണ്ടായിരുന്നു. ഇതിനാ കൊള്ളിയാലും സാധനങ്ങളുണ്ടായിരുന്നു. മധുരം ഇല്ലാത്തോണ്ടായിരിക്കും. അവന് മധുരം ഇല്ല. പണിയാൻ വന്നതാ. വിവാന് പനി ആയതുകൊണ്ടേ വായിക്ക് രുചിയില്ലെന്ന് പറഞ്ഞ് മിക്സർ മേടിച്ചോണ്ട് വന്നതാ. വിവാനേ പനി ആയതുകൊണ്ടേ ഇവിടെ ഇരുന്ന അത് അമ്മയ്ക്ക് തന്നതാ. അമ്മ തിന്നിട്ട് കൊണ്ടേ പാത്ത് വെച്ചതാ. ആ അമ്മ തിന്ന് കുറച്ച് തിന്ന് എന്നിട്ട് കൊണ്ടേ പാത്ത് വെച്ചതാ. വിവാൻ വിവാന് പനിയൊക്കെ ആകുമ്പോ അങ്ങനെ എടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്നണം എന്നൊരു മോഹം തോന്നും. അപ്പം പോയി മേടിച്ചോണ്ട് വരും. നല്ല സാധന. ആ തിന്നോ. കുറച്ച് തിന്നാ. കുറച്ച് തിന്നുന്നതാ. മധുരവും ചെറുപുളി. പുളിയോ? മധുരവും പുളിയൊന്നും ഇല്ല. ഉപ്പുണ്ട്. മധുരമുണ്ട്. ഉണ്ടോ? ഏയ് മധുരമുണ്ടോ? മിച്ചറിന് എവിടെയാ മധുരം? ഒത്തിരി ആയതാ. ഇല്ല ഇന്ന് മേടിച്ചോണ്ട് വന്നതാ. ഇല്ലേ ഇന്ന് മേടിച്ചോണ്ട് വന്നതാ. എന്നാ ഇന്ന്? ആ ഇന്നൊന്നുമല്ല. ഇന്നാന്നേ. ഇന്നലെ അല്ലല്ല ഇന്ന് മേടിച്ചോണ്ട് വന്നതാ. ഇന്ന് മേടിച്ചോണ്ട് വന്നേ ഉള്ളൂ രാവിലെ അവൻ. അമ്മയ്ക്കും തന്നു. വിവാൻ തിന്നാൻ മേടിച്ചോണ്ട് വന്നത് ആദ്യം തരുന്ന അമ്മയ്ക്കല്ലേ. എന്നാ കിട്ടിയാലും. ആ കണ്ടത്തിൽ എന്നെ കാണാനാ അവൻ പോണേ. അവൻ കണ്ടത്തിൽ പോകും മിക്കവാറും. പാത്രം കൊണ്ടായാൽ മതി. ഇതൊക്കെ കളഞ്ഞേക്കും. പിറക്കി തിന്നോ.
നല്ല സാധനമാണ്. ആ കളയണ്ട തിന്നോ, നല്ല സാധനമല്ലേ, കളയണ്ട തിന്ന്. എന്തിനാ നല്ല സാധനം കളയോ ഒരു ഉടുപ്പെല്ലാം കുറഞ്ഞിട്ടാ? നല്ല റോക്കും പോക്കാം. റൊക്കൊന്നും തിന്നിയില്ല. മനുഷ്യനും തിന്നാൻ കൊള്ളില്ല. ആ അപ്പോൾ തിന്നാൻ കുളിയല്ലെന്നായോ? നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം തിന്നാൻ കുളിയല്ലെന്നായോ? മുഴുത്തായിരിക്കും മുഴുത്ത്. മിച്ചർ എങ്ങനെയാണ് മുഴുത്തത് വരുന്നത്? മിച്ചർ അങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. എന്ന് കൊണ്ട് വെച്ചതോ? ഓ രാവിലെ വെച്ചതാ നീ? രാവിലെ വെച്ചതാ. ആ 10-11 മണിയായപ്പം. ഇതൊന്നുമല്ല. അതേ നീ എലിക്കുട്ടിക്ക് അവൻ കൊണ്ട തന്നതല്ലേ? ഇത് ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ട്. ഒരാഴ്ചയൊന്നും ആയില്ല. ഇവിടെ കറിയൊക്കെ കൂട്ടിക്കാട്ടിക്കുന്ന പ്ലേറ്റാ. ആ അതൊക്കെ ശരിയാ, കറി കൂട്ടുന്ന പ്ലേറ്റൊക്കെയാ. അത് തിന്നാതെ അവിടെ വെച്ചിട്ടല്ലേ പറ്റിപ്പോയെ. ഇത് കളഞ്ഞിട്ട് കൊണ്ടുപോകണം. അത് കളയുവാണോ? വീട്ടിലോട്ട് കൊണ്ടുപോകണം. ആണോ? അത് തിന്നോളാൻ മേലായിരുന്നോ? പ്ലേറ്റ് അതേ തിന്നോളാൻ മേലായിരുന്നോ? തിന്നോളാൻ മേലായിരുന്നോ? തിന്നോളാണ്. ആ എന്നാ തിന്നാണ്? അത് മിച്ചറല്ലേ, നമുക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ. ഒന്നുമില്ല തിന്നാൻ. ആണോ? ആ പായലിട്ടാലും അധികം ഇല്ലാത്തതുകൊണ്ടാണ്, കടിക്കാനില്ലാത്തതുകൊണ്ടാണ് അല്ലേ? കളഞ്ഞിട്ടാണ്. കളയാൻ പോകണം. വായിട്ട് കളച്ചാൽ ഒന്നുമില്ല. ഇത് കളഞ്ഞേച്ചു. ഈ പാത്രം വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഏത് വീട്ടിലോട്ട്? എൻ്റെ വീട്ടിലോട്ട്. എലിക്കുട്ടിയുടെ വീടാതാ? വീട്ടിൽ കറി കൂട്ടണ പാത്രം. ആ വീട്ടിൽ കറി കൂട്ടുന്ന പാത്രമൊക്കെയാ. ഇവിടെ എങ്ങാണ്ട് ഒരു ദിവസം കൊണ്ടുപോകുന്നതാണ് മീനകാട് പാത്രം. ആണോ? ആ അങ്ങനെ ഇവിടെ ആയിപ്പോയതല്ലേ? എന്നിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് പിന്നെ അതൊന്നും കൊണ്ടുപോയില്ല. ആ അങ്ങനെ ഇവിടെ പെട്ടുപോയി. പാത്രം ഇവിടെ പെട്ടുപോയി. ഇപ്പം കൊണ്ടുപോകണം. പാത്രം ഇവിടെ പെട്ടുപോയി. ആരും ഒക്കെ ഓർമ്മയില്ല അതായിട്ട്. ആ അതുകൊണ്ട് കളയാൻ പോകും. കളയാൻ പോകണം. കളയേണ്ടത് തിന്നാലോ. പാത്രമല്ല കറി. കറി പാത്രം പൈസ കൊടുത്ത് കഴിച്ചാ. ആണോ? അതെ, എന്നാക്കില്ല. മിച്ചറും പൈസ കൊടുത്ത് മേടിച്ചല്ലേ? അന്നേരം മേടിച്ച് വെച്ചു. ഇതോ അത് വലിയ കെട്ടി കൊടുത്തു കൊടുക്കണം. എങ്ങനെ കൊണ്ടുപോകും? അതോ കളഞ്ഞേക്കണ്ടേ? എന്നാക്കില്ല. ഒരു മധുരം ഇല്ലാത്തതായതുകൊണ്ടാണ് തിന്നാൻ മടി. പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? വേണ്ട. അവിടെ താമസിക്കുന്നവരുടെ അവിടെ ആ അവിടെ ഒരു ചുമല ഉടുപ്പ് തൂക്കിയിട്ടുണ്ടല്ലേ? അവിടെ താമസക്കാരുണ്ട്. ഈ അമ്മ അത് കണ്ടുപിടിച്ചല്ലോ അങ്ങേറ്റത്ത്. അവരുടെ വീട്ടുപേര് കണ്ടു. തലച്ചിറക്കുഴിയാ? തലച്ചിറക്കുഴിയാ? ആരാ? തലച്ചിറക്കുഴിയാണോ? ആണോ? തലച്ചിറക്കുഴിയാണോ? ആ തലച്ചിറക്കുഴിക്കാർ വിറ്റ് പോയതാ. എവിടെ പോവാന്ന്? എവിടെ പോവാന്ന്? ഇടക്കുവാണോ? ഒന്ന് ചായ കുടിച്ചോ. ചായ കുടിക്കൂ. പാത്രം കഴുകണല്ലേ? പാത്രം വെച്ചേര്. പാത്രത്തെ കൈ പിടിച്ചു അങ്ങോട്ട് വെച്ചേക്കാനേ. പാത്രേ ചായ കുടിക്കാം. അങ്ങ് വെച്ചേര്, അങ്ങോട്ട് വെച്ചേര്. പ്ലേറ്റിംഗ് കൊണ്ട് അമ്മയ്ക്ക് വേറൊരു സാധനം തരാം. അമ്മയ്ക്ക് മധുരമുള്ള സാധനം തരാം. ഇങ്ങോട്ട് വാ. മധുരമുള്ള സാധനം തരാം. ഇങ്ങോട്ട് കൊണ്ടാ. പ്ലേറ്റിംഗ് കൊണ്ടാ. ഇത് നല്ലതാണ്. ഇത് ഇഷ്ടപ്പെടും. അവിടെ പോയി തിന്നു. നല്ലതാണോ? മധുരമുണ്ടല്ലേ? അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു.
ആരുകൊണ്ടാ അവളെ അതാ ജോമോ കൊണ്ടുവന്നാ. ആ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കണ്ടേ, അതിനുവേണ്ടി കൊണ്ടുവരുന്നല്ലേ അല്ലേ? എന്താ വെച്ചേ? അത് നമ്മൾ മേടിച്ചതല്ലേ, നമ്മൾ വാങ്ങിച്ചതല്ലേ, അല്ലേ? എവിടെ നിന്ന് കിട്ടാനാ? ചായക്ക് ഭയങ്കര ചൂടാ. ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ, തണുക്കട്ടെ കേട്ടോ. അവിടെ ഇരിക്കും. ഫാൻ ഇട്ടത് അതിനാ. ഫാൻ ഇട്ടതേ അതിനാ. ചൂടാ? ഇതിനിക്ക് വേണ്ട. ചെറു മധുരം ഉണ്ടോ? ഞാൻ തിന്നു വരണം. മതി. ഒത്തിരി കടിച്ചു മുറിക്കാൻ വേണം. അമ്മയ്ക്കല്ലേ മധുരം കൂടുതൽ വേണ്ട, അതുകൊണ്ട് തന്നാ. പൊന്നീടെ അടുത്ത് പോയില്ല. മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നതാ. നീ തിന്നായിരുന്നോ? ഞാൻ 1-2 തിന്നായിരുന്നു. പാകത്തുള്ള മധുര. ഈ മധുരമാണത്. അങ്ങനെ പറഞ്ഞ് മേടിച്ചോണ്ട് വരാൻ പറ. അങ്ങനെയുള്ളത് മേടിച്ചോണ്ട് വരാൻ പറ. അതുകൊണ്ടല്ലേ മേടിച്ചേ, പാകത്തിനുള്ള മധുരമുള്ള സാധനമല്ലേ, തിന്നാനും സുഖമുണ്ട്. അമ്മയ്ക്ക് തിന്നാ. അമ്മ തിന്നോ? വേണ്ട, വേറെ ഉണ്ടല്ലോ, അമ്മക്ക് തന്നല്ലേ. ഏലിക്കുട്ടിക്ക് തന്ന ഏലിക്കുട്ടി തന്നെയാ. ഇനി വേണോ? നല്ലതാ, മധുരം ഉള്ളതുകൊണ്ട് തപ്പി പറക്കുവാ. അയ്യോ, നമുക്കറിയത്തില്ല, കടയിൽ നിന്ന് മേടിച്ചതാ. ചൂട് പോയോ? ചായയുടെ ചൂട് പോയോന്ന്? ചൂട് പോയോന്ന്? ചൂട് ചൂട് പോയോന്ന്? ചൂടോ? ആ ചൂടുണ്ട്, ഭയങ്കര ചൂടാ. ചൂട് അങ്ങനെയൊന്നും പോയില്ല. ആണോ? ചായയല്ലേ. ഓ, ഇത്രയും ഫാനിട്ട് കറങ്ങിയിട്ടും ചൂട് പോയില്ലേ ഇത്ര നേരമായിട്ട്? കുടിക്കാൻ പാടാ, കുറേശ്ശെ ചൂട്. ഊതി ഊതി അങ്ങ് കുടിച്ചാ പോരെ? അതെ, ഊതി ഊതി അങ്ങ് കുടിച്ചാ പോരെ? ഊതി ഊതി കുടിച്ചാ മതി. ആ പഴയത് തന്നെ. എന്നാലും ഒത്തിരി നേരം വേണം. വേറെ പണിക്കൊന്നും പോണില്ലല്ലോ. അതെ, ചായ കുടിച്ചാ പോരെ? ഭക്ഷണം കഴിക്കുമ്പോൾ പതുക്കെ ഇരുന്ന് കഴിക്കണ്ടേ, ആസ്വദിച്ച് കഴിക്കണമെന്നാ പറയണ ഭക്ഷണം. അതെടുത്ത് തിന്ന് പഴം. അമ്മയാണേലും അവസാനം കഴിക്കുകയുള്ളൂ, പതുക്കെ കഴിക്കുകയുള്ളൂ താനും അമ്മ. ഇപ്പോഴല്ലേ അമ്മ ഫാസ്റ്റായി കഴിക്കാനൊക്കെ തുടങ്ങിയത്. വീട്ടിലോട്ട് കൊണ്ടോ? വേണ്ടെന്നേ, വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചീത്തയായി പോകും. ഇപ്പം തിന്നാനേ പറ്റുള്ളൂ, ഇന്ന് തിന്നണം. ഞാൻ വീട്ടിലോട്ട് പോവല്ലേ? വീട്ടിലോട്ട് പോവ. വീട്ടിൽ പോകണം, നടന്നു പോകണ്ടേ? അപ്പൊ നമുക്ക് ആരോഗ്യം വേണ്ടേ? അവിടം വരെ നടന്നു പോകണ്ടേ? അത് സാരമില്ല. അന്നേപ്പോ ഈ പഴം തിന്നച്ചങ്ങ് പോവാണെങ്കിൽ വേഗം നടന്നു പോകാൻ പറ്റും. ക്ഷീണം ഉണ്ടായില്ല. കൂടെ പോകാനോ? അത് തിന്നോ, അത് തിന്നോ, തിന്നിട്ട് പോകാം. വേണ്ട. വേണ്ടേ? അതിനാ പഴം തിന്നോ? പിന്നെ അപ്പടി തിന്നാവോ ചോദിക്കണ്ടേ? ചീഞ്ഞില്ല, അത് ഞാൻ വലിച്ചു പൊട്ടിച്ചെടുത്തതിൻ്റെയാ. അത് വലിച്ചു പൊട്ടിച്ച് ഇച്ചിരി അങ്ങനെ ഉള്ളി കളഞ്ഞേരത്. നല്ല മധുരം ഇല്ലേ? ഇവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കഴിച്ചില്ല, അത് അമ്മയ്ക്ക് തന്നെ. മധുരമില്ലേ? അത് മറ്റേ സാധനം തിന്നിട്ട് തിന്നുമ്പോൾ പഴത്തിന് മധുരം വരികയില്ല. അതിന് മധുരം കൂടുതലല്ലേ? മധുരം കൂടുതലുള്ള സാധനം ആദ്യം നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത് തിന്നുന്നതിന് മധുരം തോന്നിയില്ല. അതിന് ആദ്യം മധുരം കുറവുള്ള കഴിച്ചിട്ട് അവസാനം മധുരം കൂടുതലുള്ള കഴിക്കാവുള്ളൂ. വെക്കാൻ ഉള്ളിയല്ല കേട്ടോ. അമ്മയ്ക്ക് കുടിക്കാനാ, അമ്മയ്ക്ക് കുടിക്കാനാ. അമ്മ കുടിച്ചോണ്ടിരുന്നതാ. നീ എനിക്ക് ഞാൻ കുടിച്ചോണ്ടിരിക്കുക. പഴം വേണ്ടെന്ന് പറഞ്ഞാ, പകുതി തിന്നാൻ പറ്റിയെന്ന് പറഞ്ഞാളതേ
പഴമൊക്കെ കഴിച്ചു, ഒരു കുഴപ്പമില്ലാതെ. അതൊക്കെ അമ്മ അങ്ങനെ പറയണതാ. അതിനെ കൊണ്ടുപോയി ആരാ വീട്ടിൽ നിന്ന് ആര് വരാൻ? വീട്ടിൽ നിന്ന് ആരാ വരാനുള്ള? പിള്ളേരും വലിയവരും ഒക്കെ ഇല്ലേ. ഓ, വീട്ടിലുള്ള പിള്ളേരൊക്കെ പോയി, എല്ലാം വിദേശത്ത് പോയി. വീട്ടിലേ പിള്ളേർ എല്ലാം വിദേശത്ത് പോയി, വിദേശത്ത്. വീട്ടിൽ പിള്ളേരൊന്നുമില്ല, പിള്ളേരെല്ലാം ജോലിക്കാരായി പോയി. പഠിക്കാൻ പോയോ? ആ, പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് ഇനി ആരും കൊണ്ടുപോകാനൊന്നുമില്ല, ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഇതാണ് എലിക്കുട്ടിയുടെ വീട്. പഠിച്ചു എത്തും വരുമ്പം രാത്രിയായേ. ആ, പഠിച്ചിട്ട് ഇങ്ങോട്ട് വരികയല്ലോ. എന്നാലും എങ്ങും പോകാൻ പറ്റിയല്ല. ആ, അവരിങ്ങോട്ട് വരികയില്ല, പഠിച്ചിട്ട് അവർ അവിടെ നിൽക്കുകയുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല. ഈ പഴത്തൊള്ളിയും കൂടെ അങ്ങ് കഴിച്ചു മതി, ആ മൃഗത്തിന് കൊടുക്കും. കുഞ്ഞിന് കൊടുക്കാം. കൂടെ കഴിച്ചിട്ടുണ്ട്. പുറത്തോട്ട് നോക്കി ഇവിടെ ഇരുന്ന് നോക്കി ശകലം കണ്ടറിയില്ല. ആര് പറഞ്ഞു? ഒരു സാധനം അറിയിച്ചില്ല. പിന്നെ എന്നിട്ട് അപ്പുറത്ത് അങ്ങ് അത്ര അകലെ കിടക്കുന്ന വീട്ടിലെ നനച്ചിട്ടിരിക്കുന്ന തുണി കണ്ടുപിടിച്ചല്ലോ. ചുമല തുണി അവിടെ നനച്ചിട്ടങ്ങനെ കണ്ടുപിടിച്ചല്ലോ. ഏത് വീട്ടിൽ നിന്നാ നീ? ഏത് വീട്ടിൽ നിന്നാ? എൻ്റെ വീട്ടിൽ. എലിക്കുട്ടിയുടെ വീട് ഏതാ? എന്നെ കൊണ്ടുപോകാൻ. ഏത് വീട്? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.